കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ഉണ്ടാകുമോ എന്ന ചോദ്യം ഉയർന്നിരിക്കുന്നു. ഇപ്പോൾ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരെ നടപടി കൈക്കൊണ്ടിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ആരോപണ വിധേയനായി നിൽക്കുന്ന MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അത് നേതൃത്വം കൂട്ടായി എടുത്തിട്ടുള്ള തീരുമാനമാണ്. ഹൈക്കമാൻഡ് നേരത്തെ തന്നെ നടപടിയെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അത് KPCCക്ക് വിട്ടു നൽകിയിരുന്നു. കൂടിയാലോചനകൾ ഇന്നലെ രാത്രി വൈകുന്നതുവരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിന് പറയാനുള്ളത് കേൾക്കുമോ എന്നൊക്കെയുള്ള ഒരു സംശയം ഒരു ഭാഗത്ത് ഉയർന്നു വരികയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എന്നതാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഒടുവിൽ പാർട്ടി നടപടി ഉണ്ടായിരിക്കുന്നു, വിവരങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയിരിക്കുന്നു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്നുള്ളതാണ്. MLA സ്ഥാനം രാജിവെക്കുമോ എന്നുള്ള ചോദ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലും എല്ലാം ഉയർന്നു കേട്ടത്. ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നുവെന്ന് ഷഫീദ് വിവരങ്ങൾ പറയൂ. അനുജ, കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിലിപ്പോൾ അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്കാര്യത്തിൽ ഒരു തീരുമാനം എന്നുള്ളത്. അക്കാര്യത്തിൽ ഇന്നലെ കോൺഗ്രസ് നേതൃത്വത്തിന് നിയമോപദേശം ലഭിച്ചു. ആ നിയമോപദേശം ഏതെങ്കിലും തരത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് തിരിച്ചടിയാകും. മാത്രമല്ല, ഉപതെരഞ്ഞെടുപ്പ് സാധ്യതയുണ്ട്. കൂടാതെ കേസോ മറ്റ് കാര്യങ്ങളോ ഇല്ലാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ MLA സ്ഥാനം രാജി എന്നുള്ളതിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം എടുത്തിരുന്നു. എന്നാൽ കടുത്ത നടപടിയിലേക്ക് പോകാമെന്നുള്ളതായിരുന്നു കോൺഗ്രസ് നേതൃത്വം പിന്നീട് തീരുമാനിച്ച കാര്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത തീരുമാനമെടുത്തിട്ടുള്ളത്. മാത്രവുമല്ല, പാർലമെന്ററി പാർട്ടി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തണം എന്നുള്ള അഭിപ്രായം നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ശബ്ദ സന്ദേശ വിവാദം, അതേപോലെ തന്നെ പുതിയ വെളിപ്പെടുത്തൽ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി സസ്പെൻഡ് ചെയ്ത തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. ഇക്കാര്യത്തിൽ അച്ചടക്ക സമിതിയുടെ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. അതിനുശേഷം രാഹുലിനെ കേൾക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനം, അതല്ലെങ്കിൽ ഒരേ സ്വരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ ഈ അവന്തിക വിഷയത്തിൽ ചില ശബ്ദരേഖകളൊക്കെ പുറത്തുവിട്ട് സ്വന്തം ഭാഗം പ്രതിരോധിക്കാനുള്ള ചില നീക്കങ്ങളൊക്കെ എടുത്തിരുന്നു. എന്നാൽ അതടക്കമുള്ള വിഷയങ്ങൾ ഇനി രാഹുലിനെ കേൾക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം പിന്നീട് ആലോചിക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം. അതേസമയം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സസ്പെൻഡ് ചെയ്തുകൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്നു. ഇന്നലെ പാർട്ടിക്കുള്ളിലുണ്ടായ ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം എന്ന് പറയുന്നത് പൂർണ്ണമായും രാഹുലിനെ മാറ്റി നിർത്തണം. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രാഹുലിന് സീറ്റ് കൊടുക്കരുത്, നിയമസഭയിൽ അവസരം കൊടുക്കരുത്, അതടക്കമുള്ള വിഷയങ്ങളിൽ ഒരു തീരുമാനം അത് ഉണ്ടായതാണ്. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ കൂടിക്കാഴ്ച നടത്തി. AICC ഇന്നലെ തന്നെ പറഞ്ഞത് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം എടുക്കട്ടെ എന്നുള്ളതായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ KPCC എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഒരു 6 ദിവസത്തെ സീരിയസ് ആണ് ഈ വിവാദങ്ങൾ. ആ വിവാദങ്ങളുടെ പിന്നാലെ സ്വന്തം കാര്യങ്ങൾ പ്രതിരോധിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെയും വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസിലെ മുതിർന്ന വനിതാ നേതാക്കൾ, പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാണ് ഉമാ തോമസും ഷാനിമോൾ ഉസ്മാനും അടക്കമുള്ള ആളുകൾ രാഹുലിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു.